ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നമ്മളൊന്ന് പാകിസ്ഥാൻ്റെ റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ചേട്ടൻ കുറേ നാളായിട്ട് എന്നോട് പറയുന്നു പാകിസ്ഥാനി ഫുഡ്സൊക്കെ ഭയങ്കര ടേസ്റ്റാണ്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന്. ഞാൻ വലിയ എക്സ്പെക്റ്റേഷനൊന്നും വച്ചിട്ടുണ്ടായില്ല, എന്നാലും പക്ഷെ ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ് പാകിസ്ഥാനി ഫുഡ്സ്. അപ്പോൾ എന്നോട് പറഞ്ഞു ഒന്ന് കഴിച്ച് നോക്കൂ, നിനക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്, നീ ഒന്ന് കഴിച്ചാലല്ലേ ട്രൈ ചെയ്താലല്ലേ അത് നല്ലതാണോ എന്ന് അറിയാൻ പറ്റുള്ളൂ എന്ന്. അപ്പം ഞങ്ങൾ ഈ വീക്കെൻഡ് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് അബുദാബിയിലുള്ള മൻ പസന്ത് കിച്ചണിലുള്ള ചെറിയൊരു കഫറ്റീരിയ സെറ്റപ്പിലുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോയിട്ടോ. ഒരു 5-6 ടേബിൾസേ അവിടെ ഉള്ളൂ. കുറേ പേർക്ക് ഫാമിലി ആയിട്ട് ഇരുന്ന് കഴിക്കാനുള്ള സ്പേസ് ഒന്നുമില്ല. പക്ഷെ ഗൂഗിൾ റിവ്യൂവിൽ നല്ല റിവ്യൂ കണ്ടതുകൊണ്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോയി. എടുത്തു പറയേണ്ടത് അവിടുത്തെ കസ്റ്റമർ സർവീസ് ആയിരുന്നു കേട്ടോ. ഭയങ്കര നല്ല കസ്റ്റമർ സർവീസ് ആയിരുന്നു. ഫുഡിൻ്റെ ടേസ്റ്റും സൂപ്പറായിരുന്നു കേട്ടോ. ഞാൻ ലാസ്റ്റ് പറയാം എങ്ങനെയൊക്കെയാണ് ഫുഡൊക്കെ കഴിച്ചിട്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന്. ഞാൻ വലിയ ഹൈപ്പൊന്നും വിചാരിച്ചിട്ടുണ്ടായില്ല ഫുഡിന്. ഞാനൊരു ആവറേജ് പ്രതീക്ഷിച്ചിരുന്നുള്ളൂ. ചേട്ടൻ ഭയങ്കര വാവ് ഫീലൊക്കെ പറഞ്ഞിരുന്നെങ്കിലും ഞാൻ അത്രയ്ക്കൊന്നും വിചാരിച്ചിട്ടുണ്ടായില്ല കേട്ടോ മൈൻഡിൽ. നമ്മൾ ഓർഡർ ചെയ്തത് ചിക്കൻ കബാബ്, ചിക്കൻ ഹാൻഡി, നാൻ. ഈ 3 ഐറ്റംസാണ് നമ്മൾ ഓർഡർ ചെയ്തത് കേട്ടോ. ഒരുപാട് വെയിറ്റിംഗ് ടൈം ഒന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ സാധനം കിട്ടി. അതുകൊണ്ട് നിച്ചുനെ വെച്ച് നമുക്ക് ഫുഡ് കഴിക്കാനൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. ഒരു ചെറിയൊരു റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. നല്ല വലിയ ആംബിയൻസ് ഒന്നുമില്ല, പക്ഷേ ഫുഡ് നല്ല ടേസ്റ്റിയാണ്. നിങ്ങൾ നല്ല ആംബിയൻസൊക്കെ ഇരുന്ന് കഴിക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഇത് നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കില്ല. നമ്മളപ്പോൾ ഫുഡൊക്കെ ഓർഡർ കൊടുത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിച്ചുനെ ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടൊക്കെ ഇരിക്കുക. അവളെ നല്ല മൂടാക്കിയാൽ മാത്രമേണല്ലോ നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റുള്ളൂ. 5-6 ടേബിൾസ് മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനത്തെ ഒരു ചെറിയ സെറ്റപ്പിലുള്ളൊരു റെസ്റ്റോറൻ്റാണ്. നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നപ്പോൾ റെസ്റ്റോറൻറ്റിൽ അധികം തിരക്കില്ലെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും തിരക്കായി തുടങ്ങി കേട്ടോ. ഇവിടെ ഫുഡ് ഐറ്റംസൊക്കെ ഫ്രഷ് ആയിട്ടാണ് ഉണ്ടാക്കി തരുന്നത്. അതിൻ്റേതായ ഒരു ടേസ്റ്റ് ഇതിനുണ്ടായിരുന്നു. ഫസ്റ്റ് തന്നെ വന്നത് ചിക്കൻ ഹാൻഡി ആയിരുന്നു. ഇതാണ് ചിക്കൻ ഹാൻഡി. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ചേട്ടൻ പറഞ്ഞു ചിക്കൻ കടായിയുടെ പോലത്തെ ഒരു ടേസ്റ്റും ഫീൽ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. നെക്സ്റ്റ് ഇരിക്കുന്ന ആ ഐറ്റമാണ് ചിക്കൻ കബാബ്. സൂപ്പർ, എന്താ പറയുക, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഇതിൻ്റെ വലിയ ഫാനായിരുന്നു പറയാം. എനിക്ക് ഇതാണ് ഇപ്പോൾ ഇവിടുത്തെ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത്. ഇതാണ് ഇവിടുത്തെ നാൻ. 2 നാനാണ് ഞാനും ചേട്ടനും ഓർഡർ ചെയ്തത് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ചിക്കൻ കബാബാണ്. നല്ല ഫ്രഷാണ്. നിങ്ങൾ കാണുന്നില്ലേ ആവി ഇങ്ങനെ പാറി പോകുന്നത്. കഴിക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് കേട്ടോ. ആ തവിയിൽ തന്നെ കൊണ്ടുവച്ചേക്കുന്നതുകൊണ്ട് അതിൻ്റെ ചൂട് അതിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. ഫുഡ് കഴിച്ചു തുടങ്ങിയപ്പോഴേക്കും ചേട്ടൻ പറഞ്ഞ സത്യമെന്ന് എനിക്ക് തോന്നിട്ടോ. പാകിസ്ഥാനി ഫുഡ് ഒരു രക്ഷയില്ല. അത് നല്ല റെസ്റ്റോറൻറ്റിൽ തന്നെ പോകണം. നല്ല ആംബിയൻസ് ഒക്കെ പ്രതീക്ഷിച്ച് പോയാൽ ചിലപ്പോൾ റെസ്റ്റോറൻറ്റിലൊന്നും ഇത്രയും ടേസ്റ്റ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഇത്രയും എക്സ്പെക്റ്റ് ചെയ്യാത്തതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ എനിക്ക് ഇത്രയും ഇഷ്ടപ്പെടാനുള്ള കാരണമായിരിക്കും കേട്ടോ. അതെനിക്കറിയില്ല. പക്ഷെ ഫുഡ് സൂപ്പറായിരുന്നു. നിങ്ങൾ UAE താമസിക്കുന്നത്, ഇതുവരെ പാകിസ്ഥാനി ഫുഡൊന്നും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. മിസ് ചെയ്ത് കളയല്ലേ. നല്ല ടേസ്റ്റി ഫുഡാണ് അവരുടെ. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ തുടങ്ങി. നിച്ചു പിന്നെ പതിവ് പോലെ തന്നെ കഴിക്കുമ്പോൾ അവളെ സമ്മതിക്കില്ലല്ലോ. അപ്പോൾ അവൾക്കൊരു ക്യാരറ്റിൻ്റെ പീസ് കൊടുത്തു. പിന്നെ അവൾ കുറച്ച് നേരം അതൊക്കെ വെച്ച് കളിച്ചുകൊണ്ടൊക്കെ ഇരുന്നു. പക്ഷെ എന്നാലും അവളുടെ ശ്രദ്ധ നമ്മുടെ പ്ലേറ്റിൽ തന്നെയാണ്. എന്നാലും സാരിയില്ല, കൊച്ചില്ല, അവൾക്ക് ഇതൊന്നും കഴിക്കാറായിട്ടില്ലല്ലോ. അവൾ കഴിക്കുമ്പോൾ നമ്മൾ ഇതിനെയൊക്കെ നല്ലതൊക്കെ അവൾക്ക് വാങ്ങിച്ചു കൊടുക്കും. ടേസ്റ്റ് കൊണ്ട് എനിക്ക് സ്പീഡിൽ കഴിക്കണം എന്നുണ്ട്. പക്ഷേ ചൂട് കാരണം ഭയങ്കര സ്പീഡിലും കഴിക്കാൻ പറ്റുന്നുണ്ടായില്ല കേട്ടോ. പിന്നെ നിച്ചുനെ വെച്ച് ഒറ്റക്കൈയിൽ വെച്ച് കഴിക്കുന്നതുകൊണ്ട് അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടും എനിക്കുണ്ടായിരുന്നു. നന്നായിട്ട് എൻജോയ് ചെയ്ത് കഴിക്കാൻ എനിക്ക് ഇത്തിരി പ്രയാസമായിരുന്നു. എന്നാലും ഞാൻ മാക്സിമം എൻജോയ് ചെയ്ത് തന്നെ കഴിച്ചു കേട്ടോ. നിച്ചു ഇടയ്ക്കായപ്പോഴേക്കും ഭയങ്കര വാശി ചെയ്ത് തുടങ്ങി. അപ്പോൾ ഞാൻ വേഗം ഫുഡ് കഴിച്ച് തീർക്കാൻ നോക്കി. എനിക്കിവിടെ റെസ്റ്റോറൻറ്റിലൊക്കെ വെച്ച് ഇങ്ങനെ ഒച്ചുണ്ടാക്കി കരയുമ്പോൾ എനിക്ക് ടെൻഷനാണ്. ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ട് വരരുതല്ലോ നമ്മൾ ഫുഡ് കഴിക്കണോണ്ട്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ടെൻഷനാണ് അവളെ ഒച്ചുണ്ടാക്കുമ്പോഴേക്കും. എന്നാലും ഞാൻ കുറച്ച് കഴിയുമ്പോഴേക്കും അവളെ കളിപ്പിക്കാനൊക്കെ തുടങ്ങി. അത് കഴിഞ്ഞ് എൻ്റെ ഫുഡ് കഴിച്ചുമ്പോൾ കഴിഞ്ഞു. പിന്നെ നമ്മളൊരു 7up വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരെണ്ണേ വാങ്ങിച്ചുള്ളൂ. ഞാനും ചേട്ടനും കൊണ്ട് ഷെയർ ചെയ്ത് കുടിക്കുമായിരുന്നു. അതൊക്കെ ഞാൻ കുടിച്ച് കഴിഞ്ഞിട്ട് നിച്ചുനെയും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പുറത്ത് പോയി വണ്ടികളൊക്കെ പോണേക്കെ ഒന്ന് കാണിച്ചു കൊടുത്തേപ്പിക്കും ആളൊന്ന് ഉഷാറായി. അങ്ങനെ അവളുടെ മൂഡൊക്കെ ഒന്ന് സെറ്റാക്കി ഒന്ന് ഉഷാറാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനൊന്ന് പുറത്ത് പോയത്. അപ്പോൾ ചേട്ടൻ അപ്പോൾ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ചേട്ടൻ ഇങ്ങനെ ചൂടോടെ സ്പീഡിൽ കഴിക്കാൻ പറ്റില്ല, അറിയില്ല. ഞാൻ ഇങ്ങനെ കഴിക്കുന്ന ആളൊന്നും അല്ലായിരുന്നു സ്പീഡിൽ. പിന്നെ കുഞ്ഞൊക്കെ ആയപ്പോൾ പെട്ടെന്നൊക്കെ കഴിച്ച് പഠിച്ചു. ഇപ്പം ഞാൻ ഫുഡ് കഴിക്കാൻ ഇപ്പോൾ ഫാസ്റ്റാണ് കേട്ടോ ചേട്ടനെ വെച്ച് നോക്കുമ്പോൾ. പണ്ട് ഞാനും ചേട്ടനും ഭയങ്കര സ്ലോ ആയിരുന്നു ഫുഡൊക്കെ കഴിക്കാനായിട്ട്. ഞങ്ങളിങ്ങനെ റെസ്റ്റോറൻറ്റിൽ പോയി കഴിഞ്ഞാൽ പയ്യെ ഫുഡ് കഴിക്കുകയുള്ളായിരുന്നു. ഇപ്പോൾ എൻ്റെ ശീലം മാറി. ചേട്ടനിപ്പോൾ ഇപ്പോഴും പയ്യെയാണ് ഫുഡൊക്കെ കഴിപ്പ്.
കണ്ടോ ഇവിടെ ഇപ്പം അധികം തിരക്കൊന്നും ആയിട്ടില്ല. ഞങ്ങൾ പോരാറായപ്പോഴായിരുന്നു അവിടെ നല്ല തിരക്കായിട്ടോ. ഞങ്ങളൊരു 8 മണി 8:30 ആയിപ്പിക്കും ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങി കേട്ടോ. കാരണം ഒരുപാട് ലേറ്റ് ആക്കിയില്ല. ഇവിടെ എനിക്ക് തോന്നുന്നു ഒരു 9 മണിക്ക് ശേഷം നല്ല തിരക്കാന്ന് തോന്നി റെസ്റ്റോറൻറ്റിൽ. ഈ ടൈമിൽ തിരക്കുണ്ടായില്ല, അതുകൊണ്ട് നമുക്ക് സുഖമായിപ്പോയി നിച്ചുനെ വെച്ച് ഫുഡ് കഴിക്കാൻ കുഴപ്പമുണ്ടായില്ല. വേറെ ആർക്കും ബുദ്ധിമുട്ടില്ലല്ലോ അവൾ വെച്ചുണ്ടാക്കിയാലും. പിന്നെ ചേട്ടൻ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് നിൽക്കുവാണ്. അപ്പോഴാണ് അതിലൊരു ഗുലാബ് ജാം കണ്ടത്. ചേട്ടൻ ഗുലാബ് ജാമിൻ്റെ ഫാനാണ് കേട്ടോ. ഞാൻ ഗുലാബ് ജാമിൻ്റെ അങ്ങനെ ഫാനൊന്നുമല്ല. എനിക്ക് ഇങ്ങനത്തെ ഐറ്റംസൊന്നും അത്ര ഇഷ്ടമൊന്നുമല്ല. അപ്പോൾ ചേട്ടൻ കഴിക്കേണ്ട സമയമാകുമ്പോഴേക്കും ഞാൻ പോയി ടേസ്റ്റ് നോക്കാനായിട്ട് ഇപ്പോൾ ചെല്ലും. അപ്പോൾ ചേട്ടൻ പറഞ്ഞു ടേസ്റ്റ് നോക്കാൻ ഞാൻ തരില്ല, നിനക്ക് വേണമെങ്കിൽ നീ ഒരെണ്ണം വാങ്ങിച്ചോളണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ശരി, എന്നാൽ എനിക്കും കൂടെ വരണം എന്ന് പറഞ്ഞിട്ട് ചേട്ടൻ 3 ഗുലാബ് ജാമാണ് ഓർഡർ കൊടുത്തത്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ കാറിലേക്ക് നടന്നു പോകുവാണ് കേട്ടോ. അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് പോവാൻ കേട്ടോ. എങ്ങനെയുണ്ടായിരുന്നു നിച്ച് ഫുഡ് കഴിച്ചില്ലല്ലോ അല്ലേ? നമ്മളല്ലേ ഫുഡ് കഴിച്ചുള്ളൂ. പാവം നിച്ചു നമ്മൾ കാറിൽ ഫുഡൊക്കെ കൊടുത്തിട്ടാണ് കേട്ടോ വന്നത്. നിച്ചു ഫുഡ് കഴിച്ചു കാറില്ലല്ലേ? നിച്ചുന് എന്ത് ഫുഡായിരുന്നു? നിച്ചുന് റാഗി കുറുക്കാട്ട നിച്ചു കഴിച്ചത്. അപ്പം നമ്മൾ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് കാറിലേക്ക്. നല്ല ഫുഡായിരുന്നു കേട്ടോ. പാകിസ്ഥാനി ഫുഡ് സൂപ്പറായിരുന്നു. ചേട്ടൻ പറഞ്ഞത് ശരിയാണ്, നല്ല ടേസ്റ്റി ഫുഡായിരുന്നു. എനിക്കിഷ്ടപ്പെട്ടു. കബാബ് ഭയങ്കര ഫ്രഷായിരുന്നു കേട്ടോ. ഭയങ്കര ഇഷ്ടമായി. ഇനി ഇടയ്ക്കിടയ്ക്ക് വരണം. അപ്പോൾ നമ്മൾ തിരിച്ച് കാറ് പാർക്ക് ചെയ്തേക്കുന്ന സ്ഥലത്തേക്ക് പോവാണ്. കുറച്ചുണ്ട്. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കണമെന്ന് വെച്ചാൽ ക്ലിയർ ആണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ക്ലിയർ ആയില്ലെങ്കിൽ ഞാൻ വോയിസ് ഓവർ കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്ര ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല, എന്തോരം ഉണ്ടെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യൂലേ. അങ്ങനെ വൈൻഡപ്പ് ചെയ്യുകയാണെങ്കിൽ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ ലൈക്കും ഷെയറും പിന്നെ കൂട്ടത്തിൽ ആ സൈഡിലുള്ള ബെല്ലൈക്കനുണ്ട്, അതൊന്ന് ക്ലിക്ക് കൂടി ചെയ്താൽ പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ ഞാൻ പെട്ടെന്ന് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും കേട്ടോ പെട്ടെന്ന്. അപ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാനായിട്ട് ഫാത്തിമയിൽ വന്നേക്കാം കേട്ടോ. ECB എന്നാണ് പേര്, നേരത്തെ ഫാത്തിമ എന്നായിരുന്നു പേര് കേട്ടോ. അപ്പോൾ കുറച്ച് സാധനങ്ങൾ വീട്ടിലേക്ക് എടുക്കണം. വീട്ടിലേക്ക് എടുക്കാനുള്ള നോർമൽ പച്ചക്കറി ഐറ്റംസ്, പിന്നെ കുറച്ച് ഐറ്റംസ്, പിന്നെ ബ്രേക്ക്ഫാസ്റ്റ്, ഇഡ്ഡലി മാവ്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് നമ്മൾ ഫാത്തിമയിൽ സൂപ്പർ മാർക്കറ്റിൽ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വീട്ടിലേക്ക് വാങ്ങാനുണ്ട്, കാണിച്ചു തരാം. ചേട്ടൻ നേരത്തെ തന്നെ കടയിലേക്ക് കയറിപ്പോയിട്ടോ. എന്നിട്ട് ട്രോളിയൊക്കെ എടുത്തു. ഞാൻ സ്ലോ ആണ്, നിച്ചിനെയും കൊണ്ട് വീഡിയോ എടുത്ത് നടക്കുന്നതുകൊണ്ട് ഞാൻ സ്ലോ ആണ്. ഫസ്റ്റ് തന്നെ നമ്മളൊരു ടാങ്കാണ് എടുക്കുന്നത്. നാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ യൂസ് ആവുമെന്ന് വിചാരിച്ചിട്ട് ഓഫറിലുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ടാങ്ക് ഫസ്റ്റ് തന്നെ എടുത്തു. എനിക്ക് മോസ്റ്റ്ലി ആവശ്യം വെജിറ്റബിൾസാണ്. വെജിറ്റബിൾസൊക്കെ തീർന്നിരിക്കുക. പിന്നെ പുട്ടുപൊടി വേണം, പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് വേണം, പിന്നെ നിച്ചുവിന് പഴമൊക്കെ വേണം, പിന്നെ ബേക്കറി ഐറ്റംസൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇന്ന് വൈകുന്നേരമൊക്കെ സ്നാക്സ് ആയിട്ട് കഴിക്കാമല്ലോ. പിന്നെ ഇവിടെ ചിരകിയ തേങ്ങ ഇട്ടു കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ്. പെട്ടെന്ന് ചിരണ്ടുണ്ടല്ലോ തേങ്ങ. അപ്പോൾ ഇവിടെ തേങ്ങ ചിരകിയത് കണ്ടോ, അത് ഇരിക്കുന്നുണ്ടോ, അത് ഞങ്ങളെപ്പോഴും ഇവിടെ നിന്ന് വാങ്ങാറുണ്ട്. പിന്നെ എൻ്റെ ഐറ്റംസ് ഈ സ്നാക്സാണ്. ഇത് വല്ലപ്പോഴേ വാങ്ങാറുള്ളൂ. ഇപ്പോൾ കുറേ നാളായിട്ട് വാങ്ങുന്നുണ്ട്. അതൊന്നും ഞാൻ വാങ്ങാറുണ്ടായില്ല കേട്ടോ. ഇപ്പം എന്തോ ഇതൊക്കെ കാണുമ്പോൾ ഒരു നാട്ടിലെ ഫീലാണ്. ഈ ഷോപ്പിൽ നാട്ടിലെ പോലത്തെ കുറേ ബേക്കറി ഐറ്റംസ് ഉണ്ട് കേട്ടോ. ചില സ്ഥലത്തൊക്കെ നോർത്ത് ഇന്ത്യൻ പോലത്തെ ബേക്കറി ഐറ്റംസ് ആയിരിക്കും. ഇവിടെ നമ്മുടെ കേരള സ്റ്റൈലിൽ പോലത്തെ ബേക്കറി ഐറ്റംസ് കിട്ടും. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് പണ്ടത്തെ ഈ കടകളിലൊക്കെ ഇങ്ങനെ ചില്ലുപ്പിലൊക്കെ ഇട്ട് വയ്ക്കാറുണ്ട് ഇങ്ങനത്തെ ഇതൊക്കെ. അപ്പോൾ അതിൻ്റെ ഒരു ഫീലിൽ ഞാനത് എടുത്തു. പിന്നെ നമുക്ക് ബേക്കറി ഐറ്റംസ് നമ്മൾ എടുത്തു. ഇനി വെജിറ്റബിൾസാണ് എടുക്കേണ്ടത്. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ്, ദോശമാവ്, പിന്നെ ഇവിടെ ഇത് കിട്ടും അപ്പത്തിൻ്റെ മാവ് കിട്ടും. അതൊക്കെ വാങ്ങാറുണ്ട് കേട്ടോ. അച്ചിങ്ങക്കായ്, ചീര, ക്യാബേജ്, ഇതൊക്കെ തന്നെയാണ് നമ്മൾ സ്ഥിരം വയ്ക്കാറ്. പിന്നെ സാമ്പാറിനുള്ള ഐറ്റംസ് ഇതൊക്കെ. അപ്പോൾ ചേട്ടൻ അടുത്ത് നമുക്ക് ഫ്രൂട്ട്സ് ഐറ്റംസ് ആണ് കേട്ടോ. നിച്ചുവിന് കുറച്ച് ഫ്രൂട്ട്സ് വേണം. മിക്കപ്പോഴും നിച്ചു പഴമാണ് കഴിക്കാറ്. നമ്മുടെ നേന്ത്രപ്പഴം ഇല്ലേ, നേന്ത്രപ്പഴം, ചെറുപഴം, അങ്ങനത്തെയൊക്കെയാണ് നിച്ചുവിന് വേണ്ടത്. പിന്നെ നമുക്ക് കഴിക്കാൻ നമ്മൾ ഓറഞ്ചും ആപ്പിളൊക്കെ എടുക്കാറുണ്ട് കേട്ടോ.
നിച്ചു എല്ലാം ശ്രദ്ധിച്ചിരിക്കുക, ചേട്ടൻ എന്താ ചെയ്യണേന്നൊക്കെ അവൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ മിക്കപ്പോഴും സാധനങ്ങൾ എടുക്കാൻ വരുന്നത് ഈ ഷോപ്പിലായിരിക്കും കേട്ടോ, അല്ലെങ്കിൽ റാമീസിലായിരിക്കും. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളത് റാമീസാണ്, പക്ഷേ ഇതൊരു മലയാളി ഷോപ്പാണ് കേട്ടോ. അതുകൊണ്ട് നമ്മുടെ പോലത്തെ ഐറ്റംസ് കിട്ടണമെങ്കിൽ, നമ്മുടെ ടേസ്റ്റ് പോലത്തെ ഐറ്റംസ് കിട്ടണമെങ്കിൽ ഈ ഷോപ്പിൽ തന്നെ വരണം നമുക്ക്. അതുകൊണ്ട് നമ്മൾ മിക്കപ്പോഴും ഈ ഷോപ്പിൽ വന്ന് എടുക്കും, അല്ലെങ്കിൽ ചേട്ടൻ ജോബ് കഴിഞ്ഞ് വരുമ്പോൾ ഇവിടെ വന്നിട്ട് വാങ്ങിച്ചുകൊണ്ട് വരാറാണ് പതിവ്. അപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഹിമാലയയുടെ ഈ മോയ്സ്ചറൈസറാണ് കേട്ടോ. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. പിന്നെ വേറൊരെണ്ണം സ്ക്രബ്ബറാണ്. സ്ക്രബ് ഇതിവിടെ കാണുന്നില്ല. കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. നിച്ചുൻ്റെ ഇവിടെ സെബാമിൻ്റെ പ്രൊഡക്ട്സാണ് നിച്ചു യൂസ് ചെയ്യണത്. അപ്പം നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഇപ്പം നേരെ വീട്ടിലേക്ക് പോവാൻ കേട്ടോ. ഇനിയിപ്പോൾ വേറെ പരിപാടിയൊന്നുമില്ല. അപ്പോൾ വീട്ടിൽ ചെന്നിട്ട് ഇപ്പം നിച്ചുവിനെ ഉറക്കും, ഞങ്ങളും കിടക്കും. നിച്ചു ഉറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങളും കിടക്കും. അപ്പം നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇത്ര ഉണ്ടാവുള്ളൂ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ചേട്ടൻ സാധനമൊക്കെ വാങ്ങിച്ചിട്ട് വരുന്നുണ്ട്. ഹലോ, കുറേ സാധനങ്ങളുണ്ട്. വാങ്ങിച്ചപ്പോൾ കുറേ സാധനങ്ങളായിപ്പോയി അല്ലേ നിച്ചു? അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് ഇത്ര ഉണ്ടാവുള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂട്ടത്തിലായി ബൈ ബെൽ ഐക്കണും കൂടി അടിക്കാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, ബൈ, സീ യു, ഗുഡ് നൈറ്റ്.